പത്തനംതിട്ട കൂട്ടപീഡന കേസിലെ പ്രതിയുടെ അമ്മയെ പറ്റിച്ച് തട്ടിപ്പുകാരൻ പോക്സോ കേസിൽ നിന്ന് രക്ഷിക്കാമെന്ന പേരിലാണ് തട്ടിപ്പ്. പ്രതിയുടെ അമ്മയുടെ കയ്യിൽ നിന്നും 8,65,000 രൂപ തട്ടിയെടുത്തു എന്നാണ് അറിയുന്നത്. വിവരങ്ങളുമായി സുജു ടി ബാബു ചേരുകയാണ്. സുജു, ഏത് തരത്തിലാണ് ഇതിൻ്റെ വിശദാംശങ്ങൾ വരുന്നത്, ഈ തട്ടിപ്പിൻ്റെ വിശദാംശങ്ങൾ? ശരത്തി, 60 പേരായ പത്തനംതിട്ടയിലെ പോക്സോ കേസിലെ പ്രതികളായ പോക്സോ കേസിലെ ഒന്നാം പ്രതിയുടെ സഹോദരനാണ് രണ്ടാം പ്രതിയുടെ അമ്മയുടെ നിന്ന് പക്കൽ തട്ടിപ്പ് നടത്തിയിരിക്കുന്ന ഒന്നാം പ്രതി ജോജി മാത്യുവിൻ്റെ സഹോദരൻ ജോമോൻ മാത്യു ആണ് ഈ കേസിൽ തട്ടിപ്പ് നടത്തിയതും പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നതും. രണ്ടാം പ്രതി ഷൈനുവിൻ്റെ അമ്മയുടെ പക്കൽ നിന്നാണ് ഈ ഒന്നാം പ്രതിയുടെ സഹോദരൻ ജോമോൻ മാത്യു ഏതാണ്ട് 8,65,000 രൂപ തട്ടിയെടുത്തിരിക്കുന്നത്. ഇത് വിവിധ സമയത്തായി വിവിധ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ്. രസകരമായ ഒന്ന്, പോലീസിന്റെ എഫ്ഐആറിൽ തിരുത്തൽ വരുത്താമെന്ന് പറഞ്ഞുകൊണ്ട് 2 ലക്ഷത്തിലധികം രൂപ പോലീസ് സ്റ്റേഷന് സമീപം, അതായത് ഇത് പോലീസുകാരോട് ഒരുമിച്ചെന്ന് വരുത്തി തീർക്കാനും അത്തരമൊരു ധാരണ ഉണ്ടാക്കാനും സ്റ്റേഷന്റെ സമീപത്ത് വെച്ചാണ് അത്രയും രൂപ മേടിച്ചത്. മറ്റ് പലതും വക്കീലിന് കൊടുക്കാൻ, കേസിൽ ചില തിരിമറി നടത്താൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇത്രയധികം തുക ഈ തട്ടിപ്പ് നടത്തി. പിന്നീട് ഈ പരാതിക്കാരി വക്കീലുമായി സംസാരിക്കുമ്പോഴാണ് ഇത് തട്ടിപ്പാണെന്ന് തിരിച്ചറിയുകയും അതിനടുത്തനുസരിച്ച് പത്തനംതിട്ട പോലീസിൽ പരാതി നൽകുകയും പോലീസ് ഇപ്പോൾ പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. ശരി, സുജു ആണ് വിശദാംശങ്ങൾ ഇപ്പോൾ നൽകിയത്.